എന്റെ കിങ്ങിനെ നേരെ ഒരുപാടായി. നീ വേഗം അങ്ങോട്ട് കൊത്തി തിന്നൂട്. നന്ദിനി മോളെ, നീ വേഗം പുല്ല് കഴിക്ക്, എന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. ഇതാരാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ ഹലോ അമ്മേ, ഇത് ഞാനാ. ചന്ദ്രമുഖി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും എവിടെ മോളെ? ചായയൊക്കെ കുടിച്ചോ? അമ്മേ, എല്ലാരും ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താ മോളെ, എന്ത് പറ്റി? എന്താ നിന്റെ സൗണ്ടിന് എന്തോ വയ്യായിക പോലെ? എന്തോ വയ്യായിക്കമ്മേ? ഒന്നുമില്ലല്ലോ, അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ. ഈ അമ്മേനോട് നീ കള്ളമൊന്നും പറയണ്ട. എനിക്കറിയില്ല എന്റെ മോളെ, നിന്റെ സൗണ്ട് ഒന്ന് മാറി എനിക്കറിയാം. പറ, എന്താ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് പിന്നെ അമ്മേ. എന്തുണ്ടെങ്കിലും പറ മോളെ, എന്താ പ്രശ്നം? ഒന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. എനിക്കെന്തോ ഇവിടെ എന്തൊക്കെയുള്ള പോലെ ഒരു തോന്നലമ്മേ. അതൊക്കെ നിനക്ക് തോന്നുന്നതോ മോളെ? അവിടെ എന്തുണ്ടാവാനാ? അതൊക്കെ എനിക്കറിയാമേ, വെറുതെ ഒരു തോന്നല. മോള് സമാധാനായിട്ടിരിക്കും, ഒന്നുമില്ല. അമ്മയ്ക്ക് ഇവിടെ ഇടയ്ക്ക് വന്ന് നിന്നൂടെ? അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? നിനക്കറിയാലോ മോളെ, ഇവിടെയുള്ള കോഴികൾക്ക് പശുക്കൾക്ക് ഞാനില്ലാതെ ഒറ്റകൾക്ക് കാരാ തീറ്റ കൊടുക്കുക. ഞാൻ അങ്ങോട്ട് വന്നാൽ എങ്ങനെ ശരിയാവാ? അമ്മ ഒരു ദിവസം വരും. ശരി അമ്മ, ഞാനൊന്ന് വെക്ക്. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരി അമ്മ. അല്ല, അഞ്ചപ്പ വരുന്നേ? ശരി അമ്മ, അവള് ട്രെയിൻ കയറിയിട്ടുണ്ടാവും, നാളെ എത്തുള്ളൂ. ഇന്ന് ഞാൻ വെക്കാണ്. ശരി മോളെ, എന്നാ വെച്ച. എന്താണോ മോക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എന്റെ ദൈവമേ, എന്റെ കുട്ടികളെ കാത്തോണേ. പക്ഷേ ഇന്നലെ മുതലേ അമ്മ വിളിക്കുന്നുണ്ട്, എപ്പാ വരെ ചോദിച്ചിട്ട്. ഞാൻ എന്തായാലും പോവാ. ശരി, നിനക്ക് നിർബന്ധമാണ് ഞാനത് പറയാനാ. ഇനി എപ്പോഴാ കാണാ? 2 മന്ത് വെക്കേഷൻ അല്ലേ, ഇനി എന്തായാലും അമ്മ ഇപ്പോഴൊന്നും വിടുന്നു തോന്നില്ല. ഞാൻ അത് കഴിഞ്ഞേ വരൂ. ശരി, ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ പഴയ ലൊക്കേഷൻ തന്നെയല്ലേ? അത് നിന്നോട് ഞാൻ പറയാൻ മറന്നു, അവിടെയല്ല. പിന്നെ എവിടെയാ? ഞങ്ങളെ വേറെ വീടെടുത്തു. വേറെ വീടെടുക്കാൻ? അതെന്താ പെട്ടെന്ന്? ഒന്നുമില്ല, ചുക്കിമോളെ സ്കൂളിൽ ഒരു പ്രശ്നം, അവളെന്താ കുറുമ്പ് കാട്ടി. അതല്ല, അച്ഛന് ബിസിനസ് ഒക്കെ ഇങ്ങോട്ടേക്ക് മാറ്റാറുണ്ട്, അങ്ങനെ പുതിയൊരു വീടെടുത്തതാ. ശരി, നീ എന്തായാലും വാട്സാപ്പിൽ ലൊക്കേഷൻ വിട്. ശരി, അമ്മ വീടിനെ കുറിച്ച് വാദവരാതെ പറയാൻ. എനിക്ക് ആ വീട് കാണാൻ വല്ലാത്ത എക്സൈറ്റ്മെന്റാ. എന്നാ വേഗം ചെല്ലേ. എനിക്ക് വന്നോണ്ടേ, ആരോടൊന്നും പറയാൻ പറ്റില്ല. നീ എല്ലാവരും പറഞ്ഞേ കേട്ടോ. ശരി, ഞാൻ പറഞ്ഞോളാം. ട്രെയിൻ വരാനുള്ള സമയം. എന്നാ നീ വിട്ടോ, ഞാൻ പോയിക്കോളാം. അത് വേണ്ട, നീ പോയിട്ട് ഞാൻ പോയിക്കോളാം. അത് സാരില്ലടോ, താൻ പോയിക്കോ. ശരി എന്നാ ടേക്ക്. ഓക്കേ. പിന്നെ അഞ്ജു? എന്താ അക്ഷയ്? ഒന്നുമില്ല, നീ പോയിട്ടോ. അക്ഷയ്, നിനക്കെന്താ പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട് അഞ്ജു, പക്ഷെ നീ പോയി തിരിച്ചു വാ. എന്നിട്ട് ശരി അക്ഷയ്, ഞാൻ പോയിട്ട് വരാം. ട്രെയിനിൽ ആരും ഇല്ലാത്തത്? അല്ലെങ്കിൽ ഈ സമയം കാട് ഫുള്ളാവുന്നതാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഫ്രീ ആയിട്ട് ഇരിക്കാലോ. ഈ സീറ്റിനേക്കാൾ ഒന്നുകൂടെ കംഫർട്ട് ആ സീറ്റാന്ന് തോന്നുന്നു. അവിടെ പോയിരിക്കാം. ഹൈ, നല്ല സുഖമുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ആളില്ലാതെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ഈ 2 മാസം ഫ്രീ ആയി നടക്കാം. അതെന്താ ശബ്ദം? അവിടെ ആരും ഉണ്ടല്ലോ. ഇരുന്നിരുന്ന് ബോറടിച്ചു. അങ്ങോട്ട് പോയി നോക്കാം, കുറച്ചു നേരം സംസാരിച്ചിരിക്കാലോ. ഇനി എത്ര ദൂരമുണ്ട്? ബാഗ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഹായ് ചേട്ടാ. നിന്നൊന്നും മിണ്ടാത്ത കേട്ടില്ലേ ചേട്ടാ? അതെ ചേട്ടാ, ഞാനിവിടെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലുള്ളതാ. അവിടെ ഒന്നും ആരുമില്ല. അപ്പൊ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ചേട്ടനെ കണ്ടതാ. ചേട്ടൻ എങ്ങോട്ടാ? ചേട്ടാ, നിങ്ങളോടാ ചോദിച്ചേ, നിങ്ങൾ എങ്ങോട്ടേക്ക് പോന്നേ? ഇതെന്താ ഒന്നും മിണ്ടാത്തെ? കുറച്ചുകൂടെ അടുത്ത് പോയേക്ക്. ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ചേട്ടാ, ചേട്ടാ. അയാൾക്ക് എന്ത് സംഭവിച്ച? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് അയാളെങ്ങനെ വീണേ? അയാളെങ്ങനെ കാണാതെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഈ ട്രെയിനിൽ ആരില്ലാത്ത? ഹലോ, ഹെൽപ്പ്! ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇതിലെ? ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ ട്രെയിനിൽ ആരെങ്കിലും ഉണ്ടോ? ഇത്ര കാലമായിട്ട് ഈ ട്രെയിനിൽ ആരും ഇല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് മാത്രം എന്താ ഇവിടെ സംഭവിക്കുന്നത്? അയാൾക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? ഒന്നുകൂടെ പോയി നോക്കിയാലോ? കോൾ ചിലപ്പോ എല്ലാം തോന്നുന്നതായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ ചേട്ടൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. എന്റെ ഓരോ തോന്നലുകളെല്ലാം. ആ ചേട്ടൻ ഇങ്ങോട്ട് പോയി. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ആരാ ചോദിച്ചേ?